ഒരു അധ്യയന വർഷം മുഴുവൻ പഠിക്കാം 3000 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. 5, 4, 3, 2, 1, 0. അങ്ങനെ സ്റ്റാർ മാജിക് എന്താ തുടങ്ങാത്തേന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കാൻ സമയമായല്ലോ, എന്താ തുടങ്ങാത്തേന്ന് ഞങ്ങൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. അടിച്ചു വിളിക്കല്ലേ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ്. യെസ്, അപ്പോൾ വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് ഈ മാസ്റ്റർ പ്രസൻസ് കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് സ്റ്റാർ മാജിക്. വെൽക്കം. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അംബിഷൻ ആയിരിക്കും, പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ എവിടെ പോകുമ്പോഴും ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി മണി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടേ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ്. അതായത് വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കെൻമി. അപ്പോൾ കെൻമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെ ഇരുന്നിട്ടും ഏത് സമയത്തും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 11 മണി വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങൾക്കായിട്ടൊരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടായിരിക്കും. ശരിക്കും ഒരു 60 ഡേയ്സ് ആണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്നത്. പക്ഷേ ഈ ഒരു 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 6 മാസം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനായിട്ട് ഒരു സ്പെഷ്യൽ ഫീയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും ഈ ഒരു കോഴ്സ് ഫീ എന്ന് പറയുന്നത് 3500 രൂപയാണ്. സോ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ ബന്ധപ്പെടുക. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ടീം എന്ന് പറയുമ്പോൾ ടീം എന്തായാലും ഉണ്ട്. ആ ടീമിലെ ടീം മെമ്പേഴ്സ് ആരൊക്കെയാ? സോ ലെറ്റ്സ് വെൽക്കം എന്റെ ടീം ടു സ്റ്റാർ മാജിക്. വെൽക്കം. അക്കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം, അയ്യന്റെ അമ്മയാണ് സത്യം. പൊന്നാപനം കോട്ടയിലെ നസീറേ, അയ്യെന്താണ് വാളും പരിചയം എടുക്കാതെ വന്നിരിക്കുന്നത്? അംഗം തുടങ്ങി അയ്യോ പ്രതികാരം പ്രേക്ഷകരോട് പ്രതികാരം ചെയ്യാം. ഇതാരാണോ ഈ അങ്കത്തട്ടില് വന്നിക്കണേ? അതെ, ആരോമലുണ്ട്. ലക്ഷ്മി, അത് മലയാളീകരിച്ച് നല്ല ഭംഗിയുണ്ട്. എനിക്കത് ബ്ലാക്ക് ഷർട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അവന് വെറും വയറ്റിലൊരു ഗ്ലോസ് കിട്ടി. ടീമിനെ നോക്കിയ പച്ച പിടിച്ച പുലികളുമായിട്ടാ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും? ഐഷു, നിന്റെ ജഗ്ഗിൾ കോമഡി ഈയിടെ കൂടുന്നുണ്ടോ? നീ പഴംപൊരി ചവിട്ടിരിക്കുകയാണോ? ഇതെന്നടാ പച്ച പഴംപൊരിയാണോ? ആ പച്ച പഴംപൊരി. പഴംപൊരിക്ക് ഒരു കളറില്ലടാ. പഴംപൊരിയുടെ കളർ ഇത് നിന്റെ സ്നാക്സ് കോമഡി ഏക്കുന്നില്ല കേട്ടോ. ഒരു പുലിയുള്ള കോസ്റ്റ്യൂം അന്വേഷിച്ച് നടന്ന് ഒരു പുലി നമുക്ക് പറ്റൂല, നമുക്ക് ടീം വേണമല്ലോ. അപ്പൊ ടീമായിട്ട് പുലിയുള്ള സംഭവം കിട്ടി എനിക്ക്. അതുകൊണ്ട് ഒരു പച്ച പരിഷ്കാരിയായിട്ടില്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ വാളും പരിചയം കൊണ്ട് എങ്ങനെ ആങ്കറി? ആരോമലുണ്ണിയുടെയും കണ്ണപ്പനുണ്ണിയുടെയും പെങ്ങളായ നോം ലക്ഷ്മിബായി തമ്പുരാട്ടി ഇതാ തുടങ്ങുന്നു. നന്നായോ? ഇല്ലെങ്കിലും നന്നായി എന്ന് പറയണം. ഇതിനകത്ത് ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും ഇത് പാലുണ്ണി ഉള്ള കാരണം ആരോമലുണ്ണി. അത് വേണ്ട, ഇത് പാലുണ്ണി ഉണ്ണി. ഇത് കണ്ണപ്പനുണ്ണി. അതാരാന്നറിയോ? പാണൻ വെറ്റിക്കോട്ട്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി അല്ലേ? അപ്പൊ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലിയിലേക്ക് ഒരാളെയും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവാ. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം അനീഷ് ചിറങ്കി. മനസ്സിലാത്തൊരു കാര്യമുണ്ട് ലക്ഷ്മി. ഞാൻ തിലകൻ സാറിന്റെ എൻട്രി ആണെന്ന് വിചാരിച്ചു. എന്താ വളരെ സീനിയർ മോസ്റ്റ് ആയ ഒരാളെന്ന് പറഞ്ഞപ്പോഴേ സീനിയർ ആന്ന് പറഞ്ഞപ്പോ മണിയാശാന. അപ്പൊ പിന്നെ ആർട്ടിസ്റ്റ് ആന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അല്ല ചേട്ടാ ഷർട്ട് ഇട്ടതിന് ശേഷമാണോ ചേട്ടാ ഈ കോളർ വെച്ച് പിടിപ്പിച്ചത്? നിന്റെ കോസ്റ്റ്യൂം കേട്ടോ, സൂചി വെച്ച് ഞാൻ കുത്തുന്നു. അറിയാലോ ഇല്ലത്തെ സുഖമില്ലാത്തൊരു കുട്ടിയാ. അറിയാം. തുടങ്ങ എപ്പിസോഡ് അവന്റെ തല കയറാൻ തുടങ്ങി. നമ്മുടെ സ്റ്റാർ മാജിക് അങ്ങനെ നമുക്ക് ഇന്ന് തുടങ്ങാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഹോട്ട് സീറ്റിൽ ഇരിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ജോയിൻ ചെയ്യാണ്. വളരെ 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 സന്തോഷമുള്ള നിമിഷമാണ്. കുറെ നാളായി നമ്മൾ ഇദ്ദേഹത്തെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നാണ് ആ ഒരു ദിവസം വന്നെത്തിയെന്ന് വേണം പറയാനായിട്ട്.
ശരിക്കും മലയാള സിനിമയില് ഹ്യൂമർ അഥവാ തമാശ, കോമഡി ഇതിന്റെയൊക്കെ ഒരു പര്യായ പദം എന്ന് നമുക്ക് പറയാം കേട്ടോ. കഴിഞ്ഞ 35 വർഷമായിട്ട് 200-ൽ പരം സിനിമകളാണ് നമുക്ക് ഇദ്ദേഹം സമ്മാനിച്ചത്. ഇദ്ദേഹം നല്ലൊരു നടനാണ്. എങ്ങനെ എന്താ പറയാ, നമ്മൾ എങ്ങനെയൊക്കെ പൊട്ടിച്ചിരിക്കണ്ട അല്ലെങ്കിൽ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ഇദ്ദേഹം ഒരു മികച്ച നടൻ, അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഡയറക്ടറും കൂടെയാണ്. വളരെ സ്നേഹം വരുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ വിളിക്കാറില്ല. ചിലപ്പോൾ രമണ എന്ന് നമ്മൾ വിളിക്കേ, ചിലപ്പോൾ മരണ എന്ന് നമ്മൾ വിളിക്കും. അത് മാത്രമല്ല സുന്ദര എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്ന് സ്റ്റാർ മാജിക്കിലേക്ക് വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടുകൂടി നമ്മൾ വെൽക്കം ചെയ്യാണ് നമ്മുടെ സ്വന്തം ഹരിശ്രീ അശോകൻ ചേട്ടൻ. ചേട്ടൻ ഇവിടെ വന്ന് നമ്മുടെ കൂടെ ഈ ഡാൻസ് കാണുമ്പോഴേ എനിക്ക് നമ്മള് എൽ ക്ലബിലൊക്കെ പോകുമ്പോ കുറെ സംഭവങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അത് വെച്ചാൽ നമ്മളിങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ പറയും, പിന്നെ അതിന്റെ ഇങ്ങനെ കുറച്ച് എക്സസൈസ്, പിന്നെ ഇങ്ങനെ, ഇതൊക്കെ ഇപ്പൊ ഡാൻസ് ആയി. ഇവിടുത്തെ മെയിൻ ഡാൻസ് ആണ് ചേട്ടാ ഇപ്പൊ കണ്ടത്. അല്ല എവിടത്തെ ഇത് തന്നെ ഇവിടുത്തെ മെയിൻ ഡാൻസർ വന്ന് ഡാൻസ് ചെയ്തു, ആരും കണ്ടില്ല, പിന്നെ പോയി നമ്മുടെ ടീമേ ആ ഡാൻസ് ക്ലോസ് കിട്ടിയില്ലല്ലോ. ഇത് ഒറിജിനൽ വോയിസ് ഇത് തന്നെയാണോ? എന്റെ വോയിസ് തന്നെയാണ്. കാതികരോട് നമ്മള് വിശേഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയും, എന്താണിപ്പാ സുഖമായിട്ടിരിക്കണ് ആണാ വീട്ടില്? അച്ഛൻ കിടപ്പാണ്, അമ്മ പിന്നെ അറിയാലോ കിടപ്പാണ്, മക്കള് രണ്ടുപേരും പഠിക്കാൻ പോകണ്ട്, ഭാര്യക്ക് സുഖമില്ല, കഷ്ടപ്പാടാണ്. എവിടെ പ്രോഗ്രാം? ഇന്ന് പ്രോഗ്രാം തിരുവല്ലയില. അത് പറയുമ്പോൾ മാത്രമേ തോൺ മാറും. അതുപോലെ ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ട് 1-2 പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വന്ന വഴിക്ക് ഞാൻ ഈ വഴി ഇങ്ങനെ ഒരുപാട് വളവുണ്ട്, ഇടയ്ക്കെന്ന് വെച്ച് ബോർഡുകളൊന്നും കണ്ടില്ല. അപ്പൊ ഞാൻ ഒരു കാർന്നവരോട് ചോദിച്ച്, ഈ ഫ്ലവേഴ്സ് ടിവിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഫ്ലവേഴ്സിലേക്ക് പോണ വഴി ചോദിച്ചു. ഫ്ലവേഴ്സ് അയാൾ മാസ്ക് വെച്ച് തന്നെ എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ ഫ്ലവേഴ്സ് സ്റ്റുഡിയോ ഇതിലേക്ക് പോകേണ്ട വഴി എങ്ങോട്ടാണ്? അപ്പൊ നിർത്തി പറഞ്ഞ പ്രായ അയാളല്ലേ. അപ്പോൾ അതിന്റെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു ഫോട്ടോ സ്റ്റുഡിയോ, ഇതാണ് പൗലോസിന്റെ സ്റ്റുഡിയോ എന്ന്. ഞാൻ പൗലോസിന്റെ സ്റ്റുഡിയോ അല്ല, പാവം കേട്ടത് അങ്ങനെയായിരുന്നു. ഒന്നാമതിപ്പോ മാസ്കും കൂടെ വെക്കുമ്പോഴേ അങ്ങോട്ടും കൂടെ തിരിയൂല. ഏതായാലും കറക്റ്റ് ചോദിച്ചു വന്നോണ്ട് തന്നെ നമ്മുടെ അശോകൻ ചേട്ടൻ നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീ ഹരിശ്രീ അശോകൻ ടു സ്റ്റാർ മാജിക്. ഒരുപാട് പേര് ചേട്ടൻ, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓരോ എപ്പിസോഡിന്റെ പൾസ് അറിയുന്നതും ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പേര് അവര് കറക്റ്റ് ഫീഡ്ബാക്സ് ഒക്കെ തരുന്ന, അതിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത ആളുകളിൽ ഒരാള് ചേട്ടനെ കൊണ്ടുവരണം എന്നായിരുന്നു. അത്രയും നമ്മൾ കുറെ നാളായി ട്രൈ ചെയ്യണു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അശോകൻ ചേട്ടനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വൺസ് അഗൈൻ ചേട്ടാ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഷോ കാണാറുണ്ടോ? ഷോ കാണാറുണ്ടോ? ഞാൻ സാധാരണ ഒരു 7:30 മണിക്ക് ഭക്ഷണം കഴിച്ച് 8:30 മണിക്ക് കഴിയുമ്പോൾ ഞാൻ 9 മണിയോളം കിടക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു റൊട്ടീനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ എൻ്റെ വൈഫ് ഈ പ്രോഗ്രാം മാത്രമല്ല, കോമഡി പ്രോഗ്രാം എല്ലാം കാണുന്നതിന്റെ കൂട്ടത്തിൽ ഈ പ്രോഗ്രാമും കാണാറുണ്ട്. അങ്ങനെ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കാണാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ ഞാനും കൂടി അവളുടെ ഇരുന്ന് കുറേ നാളുകളായിട്ട് അവളുടെ കൂടെ ഇരുന്ന് ഞാൻ ഈ ഷോ കണ്ട് ഞാൻ ഇതിന് അഡിക്റ്റ് ആയി. കോമഡി ഷോ അല്ല, പക്ഷെ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലവേഴ്സിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ വരാൻ കാരണം. ഇങ്ങനെ വരുന്ന വഴിക്ക് എൻ്റെ മോൻ ഒരു കാര്യം പറഞ്ഞു, അർജുൻ. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛാ അവിടെ പോയാല് ചിരിച്ചോണ്ടിരിക്കണം. ഞാൻ ചിരിച്ചോണ്ടിരുന്ന ഫ്ലവേഴ്സിലൊക്കെ ഭയങ്കര കൗണ്ടറിന്റെ ആൾക്കാർ അവര് പറയും എനിക്ക് ഭ്രാന്താണെന്ന് പറയും ചിരിച്ചോണ്ടിരുന്ന. അപ്പൊ അങ്ങനെയല്ല, അച്ഛൻ ചിരിക്കണം. അതായത് അച്ഛന്റെ മോൻ ഭയങ്കര സീരിയസ് ആണ്. ഞാൻ എന്റെ കുഴപ്പമല്ല. അത് ഞാനൊരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്, അതായത് ഈ കാണുന്ന ആളല്ല അച്ഛൻ വീട്ടില് ഭയങ്കര സീരിയസ് ആണെന്ന് അർജുൻ പറയണേ. സത്യത്തിൽ ഭയങ്കര സീരിയസ് ആണോ? അത് തന്നെ ഇപ്പൊ ഒരു പടം ചെയ്തോണ്ടിരിക്കണം. അതിന്റെ അകത്ത് അവന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അവര് കഥ പറഞ്ഞപ്പോ അവനോട് ചോദിച്ചു ഇത് അച്ഛനെ കണ്ട് എഴുതിയതാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അച്ഛൻ അവിടെ പോയി ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കണം. ഞാൻ എന്തിനാണ് അങ്ങനെ ചിരിക്കണം? ഞാൻ ചിരിക്കുന്നുണ്ട്, പക്ഷെ അച്ഛന്റെ മുഖം ഭയങ്കര സീരിയസ് ആണ്. ഞാൻ എങ്ങനെ ചിരിക്കണമെന്നാണ് നീ പറയുന്നത്? അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞൊരു ഫോട്ടോ ഉണ്ടാ, ആ ഫോട്ടോയിൽ ചിരിച്ചിരിക്കണ പോലെ ചിരിക്കണം. ആ ഫോട്ടോയിൽ കാണുന്ന പോലെ അച്ഛൻ ചിരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പൊന്നു മോനെ, എൻ്റെ അവസാനത്തെ ചിരിയ. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ചേർന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും. ആദ്യത്തെ ഗൾഫ് യാത്ര,
സീരിയൽ അഭിനയിക്കുന്നതും സിനിമയിൽ വന്നതും വിദേശങ്ങളിൽ പോകുന്നതും എല്ലാം അവള് വന്നതിന് ശേഷം ഈ നേട്ടങ്ങളെല്ലാം അവളുടെ വൈഫിന്റെ പേര് പ്രീതി. പ്രീതി ചേച്ചി ഭയങ്കര ജീവിതത്തിൽ തന്നെ ഭയങ്കര പ്രീതി നേടിയത് ആ ചേട്ടൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാണ്. വളരെയധികം ഒരു അഭിമാന നിമിഷമായിരിക്കും ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ. അപ്പൊ ചേച്ചിയും കൂടെ ഇന്ന് വരേണ്ടതായിരുന്നു, നമുക്ക് മിസ് അല്ല, ഇന്ന് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ അവള് വരാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അവൾക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. അതുകൂടാതെ എല്ലാവരോടും അന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരോടും. ചേട്ടൻ, ഞാനും ചേട്ടനും ഒരു പടത്തില് കോമ്പിനേഷൻ സീനിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ പേര് പറഞ്ഞ ഇവരൊക്കെ ചിരിക്കും. ഏത് പടം? അങ്ങനെ ചിരിക്കുന്ന പടമാണോ അത്? അത്യാവശ്യം ചിരിക്കുന്ന പടമാണോ? ബോംബ് കഥ എന്ന് മാത്രം പറയരുത്. പഴയ ബോംബ് കഥയില് ബിബിൻ ചേട്ടന്റെ സിസ്റ്റർ. ആ, ഓക്കെ. എന്താ ചിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല ഇത് ഏത് ആർട്ടിസ്റ്റ് വരുമ്പോഴും 165ാമത്തെ തവണയാണെന്ന് ഇത് പറയണത്. അല്ല, അതല്ലാത്തൊരു പടത്തിന്റെ പേര് പറയാൻ പറ്റില്ലല്ലോ. അഭിനയിച്ച പടമല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഗോഡ് ഫാദർ കണ്ടപ്പോ ഒരുപാട് ചിരിച്ച്. ഗോൾഫാദർ. ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലായി. ആ പടത്തില് ചേട്ടൻ ചെറിയ ഒരു സീക്വൻസിലേ ഉള്ളൂ. പക്ഷെ ഞങ്ങള് കൊച്ചിക്കാരി അന്ന് തന്നെ നോട്ട് ചെയ്ത ഇല്ല ഭയങ്കര നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി സിനിമയിൽ ഇദ്ദേഹത്തിന്റെ ഒരു കാലമായിരിക്കും എന്നുള്ളത് ആ ഒരു ചെറിയ സീനിൽ തന്നെ. അതിന് മുമ്പ് മിമിക്രി നമ്മൾ ഗൾഫ് കാസറ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചേട്ടനെ, മണിച്ചേട്ടനെ എല്ലാവരും ഗൾഫിൽ നിന്ന് VCR കൊണ്ടുവരും. പണ്ടൊക്കെ VCR കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കാസറ്റ് ഉണ്ടാവും. അത് ഗൾഫ് പ്രോഗ്രാം ചെയ്ത മിമിക്രിക്കാരുടെ കാസറ്റ് ആയിക്കോളൂ. അല്ല, ഏത് കാസറ്റ്? കമ്മിറ്റിക്കാര് പറഞ്ഞിട്ടുണ്ട് അല്ല, ഞാൻ ചോദിച്ചിട്ട് ഉത്തരവാണ്. നമുക്ക് ഇനിയും ഇതുപോലെ നമുക്ക് അത്തരത്തിലുള്ള ജനങ്ങൾ കൂടുകൂടാവും ആദ്യം ചെയ്ത പോലെ ചെറിയ വേഷം ചെയ്യണം. ഒരു സിനിമ ഇനിയും പ്രദർശിക്കാൻ പറ്റും നമുക്ക്. ഏകദേശം 300 അടുത്തായി, 300 സിനിമയുടെ അടുത്തായി ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ആദ്യം ചെയ്ത സിനിമയുടെ ആ ചിരിയുടെ അത്ര വന്നിട്ടില്ലേ പിന്നെ ഇങ്ങോട്ടൊന്നും? ഇല്ല, വന്നിട്ടുണ്ട്. ആദ്യം ചെയ്ത സിനിമയുടെ അത്ര ചിരിപ്പിക്കുന്ന സാധനമാണ്. മാറണ്ടേ, എല്ലാത്തിലേക്കും പറ്റില്ല. ചിരിപ്പിക്കാനും ചിരിക്കാനും നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോർ ഉള്ളത്. എനിക്ക് ആ ശോഭൻ ചേട്ടൻ ചിരിപ്പിക്കണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അറിയാമോ, ഞാൻ ഈ താടി വെച്ചിട്ടാണ് പല ക്യാരക്ടറും ചെയ്തേക്കണം. കോളേജ് കുമാരൻ, പിച്ചക്കാരൻ തുടങ്ങിയിട്ട് കോളേജ് കുമാരൻ, പോലീസുകാരൻ വരെ. പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പോലീസ് വേഷം കെട്ടാൻ, താടി വെച്ച് പോലീസ് വേഷം കെട്ടാൻ എനിക്ക് മാത്രമേ, പെൺവേഷം കെട്ടാൻ എനിക്ക് മാത്രമേ മലയാള സിനിമ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളൂ. ഇപ്പോഴും താടി വെച്ചിട്ട് ഒരു കൃഷ്ണൻ ഉണ്ടായത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് വിഷുവിന് ഇപ്പോഴും കണി എന്ന് പറഞ്ഞിട്ട് എന്റെ പോസ്റ്റർ. ശരിക്കും മലയാളി പ്രേക്ഷകർക്ക് ആ ഒരു വിഷുക്കടി, നമ്മുടെ മീശ മാധവനിലൂടെ ആ ഒരു കടി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിന്റെ പിന്നാമ്പുറത്തുള്ള അയ്യോ, അതൊക്കെ ഭയങ്കര സംഭവമാണ്. കാരണം വെച്ചാൽ മലയാള സിനിമ ശരിക്ക് ഒന്ന് ഡള്ളായിരുന്ന സമയത്ത് മലയാള സിനിമയ്ക്ക് ഒരു ഉണർവ് കിട്ടിയ പടമാണ് ശരിക്കും മീശ മാധവൻ. ദിലീപും ലാൽ ജോസും കൂടിയിട്ട് ഉണ്ടാക്കിയ പടം. അതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്, പറഞ്ഞ തീരില്ല. ഒത്തിരി സംഭവങ്ങൾ. ആ കണി കാണിച്ചതിന് ശേഷം പിന്നെ അവർ സിനിമയ്ക്ക് ഒരു ദിവസം രാവിലെ വന്നിട്ട് ഇന്നാണ് കൃഷ്ണന്റെ വേഷം കെട്ടുന്നത്. അതിന് ഞാൻ കേട്ടോ അറടി ഒക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നു. പിന്നെ സുദേവൻ തന്നെ മെഡ്രാസിൽ മേക്കപ്പ്, മലയാളിയാണ്. രാവിലെ മേക്കപ്പ് തുടങ്ങി ഫുൾ നീല കളർ അടിക്കണ്ടേ. ഞാൻ പിന്നെ വേഷം കെട്ടട്ടെ, എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് അടിച്ചാൽ മതി തന്നെ. ഇത് അടിച്ച് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇത് ക്ലിയർ ആയത്. അത് കഴിഞ്ഞു ഞാൻ റൂമിൽ പോയിട്ട് ഇത് കഴുകിയെടുക്കാൻ പെട്ട പാട്. എന്റെ പൊന്നെ, അങ്ങനത്തെ ഒരു സാധനം വെച്ച് കളർ ചെയ്തത്. പക്ഷെ എന്നിട്ടും ഈ കളർ 2-3 ദിവസം കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പോയത്. ഇപ്പോഴും വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കണ്ണനാണ്. അപ്പൊ ഇതുപോലെ തന്നെ ചേട്ടന്റെ ആരാധകനാണ് അത് മുടി കെട്ടി വെച്ചാണ്. ചേട്ടാ, ചേട്ടന്റെ സിനിമകളിൽ മറ്റേ പാർവതി പരിണയം, ആ സിനിമയിൽ ചേട്ടന് ഒരു ബ്രേക്ക് തന്നെ കിട്ടിയത്. അതിനകത്ത് ചേട്ടൻ ഇവിടെ പിച്ചക്കാരന്റെ വേഷം ചെയ്യുന്നത്. അതിൽ ചേട്ടൻ മറ്റേ പാട്ടുണ്ടല്ലോ, അതെന്താ സംഭവം എന്ന് വെച്ചാല്, അത് ശരിക്കും ഈസ്റ്റ്മാൻ ആന്റണിയാണ് എന്റെ പ്രൊഡ്യൂസർ, ഷിബു ചക്രവർത്തിയാണ് രചന. അപ്പൊ അതിലിങ്ങനെ ഒരു 3 സീനുണ്ട്, അത് അഭിനയിക്കാമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ചെയ്യാം. അത് കാരണക്കാരൻ ദിലീപാണ്. കാരണം ആ വേഷം വേറൊരു ആർട്ടിസ്റ്റിനായിരുന്നു. അപ്പൊ ദിലീപിനെ വിളിച്ചിട്ട് ഷിബുവേട്ടൻ്റെ അടുപ്പം വെച്ചിട്ട് ഷിബുവേട്ടൻ പറഞ്ഞിങ്ങനെ ഒരു വേഷം ഉണ്ട്, ആര് ചെയ്യാൻ പറ്റും, മിമിക്രിന്ന് ആരെങ്കിലും ഉണ്ട്. അശോചേട്ടൻ ചെയ്യും. പക്ഷെ കറക്റ്റാണ്, അശോചേട്ടൻ അങ്ങനത്തെ സാധനം ഉണ്ട് കയ്യിൽ, ഉള്ളയിൽ ഒരു വേഷം ചെയ്യാൻ അന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ തന്നെ ദിലീപിന്റെ കൂടെ ഒരു പടത്തിൽ തൂവോട്ട് വേഷം ചെയ്യുന്നുണ്ട്. പോണോ അതിന്? ഇതിലും പോണം. ആ വേഷം നല്ലൊരു വേഷമാണ്. അയ്യടാ, അപ്പൊ അങ്ങോട്ട് ഓടി അടുത്തല്ലേ കേട്ടാ. അല്ല, അതുകൊണ്ടല്ല, പിച്ചക്കാരല്ല, എന്താണെങ്കിലും നമ്മൾ വേഷം കെട്ടിയേ അടങ്ങുള്ളൂ. കാരണം വേഷം കെട്ടുകാരാണ് നമ്മളെല്ലാം. അങ്ങനെ അവിടെ ഞാൻ ചെന്ന്, PG ബിഷപ്പ് സാറാണ് എൻ്റെ ഡയറക്ടർ. ഞാൻ ചെന്നു, എനിക്ക് ഒരു വലിയ ബിരിയൻ, പിന്നെ അതിലൊരു മുണ്ടൊക്കെ എടുത്തുവിട്ട് ഒരു ബാണ്ടൊക്കെ തന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചു, പാവപ്പെട്ടൊരു ഭിക്ഷക്കാരനാണ്, എന്തെങ്കിലും തരണേ. ബിഷപ്പ് സാറ് പറഞ്ഞു എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ മെഡ്രാസിൽ വന്ന് ഡബ് ചെയ്ത് തരണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് സീൻ ഗേറ്റ് തുറന്നു. ഞാനിങ്ങനെ ഒരു കാലിലൊരു മുടന്ത കൊടുത്തോട്ടെ, കൊടുത്തു. ഞാനിങ്ങനെ വന്നിട്ട് അടുത്ത് വന്ന് പാവപ്പെട്ടൊരു ഭിക്ഷക്കാരനാണ്, എന്തെങ്കിലും തന്നെ, ഇതാണ് ഡയലോഗ്.
എൻ്റെ വീടിൻ്റെ അടുത്ത് ബസിലിക്ക പള്ളി, പഴയ പള്ളി, ബസിലിക്ക പള്ളിയിൽ സ്ഥിരം കിടക്കുന്ന ഒരു ഭിക്ഷക്കാരനുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന ഭയങ്കര കൂട്ടുകാരാണ്. കാരണം പണ്ട് ഈ ഭിക്ഷക്കാരൻ ഞങ്ങളൊക്കെ ഷെയർ ഇട്ട് സ്മോൾ അടിക്കും. കാരണം അയാളുടെ കാശൊക്കെ ഇട്ട് ഷെയർ ഇടും. അങ്ങനത്തെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ, ഭിക്ഷക്കാരൻ്റെ ഷെയർ. ഇയാൾ എൻ്റെ മനസ്സിലേക്കൊന്ന് അയാൾ ഇങ്ങനെയാണ് നടക്കണേ. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കൈകാല അതൊന്നില്ല, ഡയലോഗിലില്ലട്ടോ എഴുതി വെച്ച്, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ, അമ്മ 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 അമ്മോ. ഇതാ പാട്ടന്ന് ഹിറ്റാണ്. ഇതങ്ങോട്ട് മനസ്സിൽ വരുന്നു, ഇത് ഞാൻ ചെയ്യുന്നു. ഉൽപ്പൽ വി നായരാണ് ക്യാമറയും തോന്നുന്നു. പുള്ളി ഷെയ്ക്ക് ചെയ്ത് ചിരിച്ചിട്ട് ഇതായി. പിന്നെ ഈസ്റ്റ്മാനും ചേട്ടൻ പൂഴിമണ്ണാണ് അവിടെ വീണു കസേരന്ന്. വിശ്വനാഥ് സാർ കൈയടിച്ച് തെറ്റ് മൊത്തം കൈയടി. ഇതാണ് എൻ്റെ ആദ്യത്തെ അവാർഡ്. ശരിക്കും ആ ഒരു ബ്രേക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ബ്രേക്ക് കിട്ടിയ ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഇവിടെ തൊട്ടടുത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യമാണ്. ഒരു വലിയ കൈ കൊടുക്കണം. സാധാരണ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ ഇല്ല, അത് വേണ്ട. അത് മാത്രമല്ലല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്നിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യാൻ എനിക്കുണ്ടാകുന്ന സന്തോഷം വേറെ മാത്രമല്ല. അശോകൻ ചേട്ടാ ഓർക്കണുണ്ടോന്ന് അറിയില്ല എന്നെ. ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ എനിക്കൊരു സംശയം, എന്റെ ഓർമ്മ പോയോ? അയ്യോ അങ്ങനെയല്ല, ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ സ്കിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം അവാർഡ് നൈറ്റില്. അത് നിന്റെ ഭാഗ്യമല്ല, ചേട്ടന്റെ ഭാഗ്യം. അത് ടെലികാസ്റ്റ് ചെയ്തായിരുന്നോ? ടെലികാസ്റ്റ് ചെയ്ത്. ചില ദുരന്തങ്ങളൊന്നും ഞാൻ ചിലപ്പോ ഓർക്കാറില്ല. എനിക്കറിയാം, ഞങ്ങള് കയ്യല്ലേ അത്ലറ്റ്സിലല്ലേ ഒരു പഴയ സിനിമയുടെ കാലഘട്ടം പറഞ്ഞു ടെക്നിക് ഗാനം ഉണ്ടായിരുന്നു. അതെ അതെ, ഞാൻ പറഞ്ഞു വന്നത് കൂടെ നിൽക്കുന്ന ആളെ അത്രയും കംഫർട്ട് സോണിലായിട്ട് നിർത്തി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കെയർ ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് അത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ്, ഇത്ര സിനിമ ചെയ്തതാണ്, അങ്ങനത്തെ ഒരു ഇതുമില്ല. നമ്മൾ അത്ര ഹെൽപ്പ് ചെയ്ത് കൂടെ കംഫർട്ടായിട്ട്. അത്രയും പറഞ്ഞു തന്നിട്ട് നീ എത്ര പ്രാവശ്യം തെറ്റിച്ചു? അച്ചോട്ടാ എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അച്ചോട്ടാ എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. പറഞ്ഞെന്നാ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിന്ന് വാങ്ങുവാണല്ലോ. മനസ്സിലായില്ലേ? നിന്ന് വാങ്ങുള്ളൂ. ചേട്ടാ നേരത്തെ വന്നപ്പോ ഭാര്യയാണ് ലൈഫിൽ ഏറ്റവും വലിയൊരു വിളക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ? സോ ഈ നോക്കണം. ഓക്കെ, അപ്പൊ ഈ കല്യാണം കഴിക്കാത്തവരോട് എന്താണ് പറയാനുള്ളത്? കല്യാണം കഴിക്കാത്തവരോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ കല്യാണം കഴിച്ചവരാ സൂഹിക്കണ്ടെന്ന്. അങ്ങനെ സൂഹിക്കണ്ടാവും. എന്റെ കൂട്ടുകാരൻ കല്യാണം കഴിച്ചൊരു കഥ ഭയങ്കര രസമാണ്. കാരണം അവൻ ഗൾഫിലാണ് ജോലി അന്ന്. ഇപ്പില്ല, അവൻ ഇവിടെ ഉണ്ട്. ഓരോ ലീവിന് വരുമ്പോഴും ഞങ്ങളൊക്കെ കൂടെ പോകും പെണ്ണ് കാണാൻ. ഞങ്ങൾ പോണ വേറെ ഒന്നും കൊണ്ടല്ല, നല്ല ചപ്പാട് കിട്ടും. ചിലപ്പോൾ സ്നാക്സ് ഒക്കെ കിട്ടും. നല്ല അങ്ങ് പറയും നമുക്ക് മലപ്പുറത്തേക്ക് പിടിക്കാം, അല്ലെങ്കിൽ കോഴിക്കോട് പിടിക്കാം എന്നൊക്കെ പുറത്തിട്ട് പോകും. അപ്പൊ ഇവൻ അങ്ങനെ കല്യാണം കഴിച്ചു. ഒരു പെണ്ണിനെ കുറേ കണ്ടിട്ട് അവസാനം ഒരെണ്ണത്തിനെ കണ്ടു കിട്ടി. അവൻ കല്യാണം കഴിച്ചു. അവന് 45 ഡേയ്സിന്റെ ലീവിന് വന്നിട്ട് അതിന്റെ ഇടയ്ക്കാണ് ഈ കല്യാണം നടക്കുന്നത്. ഇനി കുറച്ച് ദിവസം കൂടി ഇവന് പോകണം. ഒരു ദിവസം ഇവൻ എന്നെ വിളിച്ചിട്ട് കേട്ടാ ഭയങ്കര ഉറക്കം, ഉറങ്ങ്. ഞാനല്ല, എൻ്റെ ഭാര്യ ഭയങ്കര ഉറക്കം. ഉറങ്ങട്ടെ, നല്ല അങ്ങനെയല്ലെന്നേ. ഞാൻ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ പോകാനും ദിവസമായി എന്ന് പറഞ്ഞ് ദിവസം അടുത്തോണ്ടിരിക്കുന്നു. എന്നാ നീ അവളെ വിളിച്ച് ചോദിക്കും എന്തുണ്ടാ ഇങ്ങനെ ഉറങ്ങണേന്ന്. അപ്പൊ ചോദിച്ചാൽ അറിയാലോ, കാര്യം അറിയാലോ. അങ്ങനെ ഇവൻ ഒരു ദിവസം രാത്രി വീട്ടിൽ കിടക്കാൻ ചെന്നപ്പോൾ ഭാര്യ ഉറക്കത്തില്ല. ഇപ്പം ഭാര്യനെ പതുക്കെ വിളിച്ചു, അതെ ഇങ്ങനെ കിടന്നുറങ്ങണത്, അത് മനസ്സിന് ഭയങ്കര സുഖവും സന്തോഷവും കിട്ടുമ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അത് ശരിയാണ്. അതായത് ചേട്ടാ, എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല. എല്ലാം ഞാൻ തുറന്നു പറയും. അങ്ങനെ തുറന്നു പറയുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നത്. അന്ന് രാത്രി ഇവന്റെ മനസ്സിലുണ്ടായ എല്ലാ സംഭവങ്ങളും ഇവൻ തുറന്നു പറഞ്ഞു ഭാര്യയോട്. അതിനുശേഷം ഇന്ന് വരെ അവന്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യവും ഭാര്യയോട് തുറന്ന് പറയരുത്. ഓക്കെ, അപ്പൊ കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു മെസ്സേജ് തന്നുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. ചേട്ടാ, എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ നമുക്കായിട്ട് ഒരു പാട്ടായാലോ? ബിനീഷ് പാടുന്ന സ്ഫുടമായിട്ടൊന്നും എനിക്ക് പാടാൻ പറ്റുമോ? ബിനീഷ് പാടുന്ന പോലെ ആർക്കും പാടാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ സഹിച്ചോണ്ടിരിക്കും, ഒന്ന് മോചിപ്പിച്ചു തരൂ പ്ലീസ്. പിന്നെ വരികളും അത്ര പിടിയില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടായതുകൊണ്ട് ചിലപ്പോൾ വരി തെറ്റിയേക്കാം. ഏത് സോങ്ങാ? അതൊക്കെ നമുക്ക് പാടാം. ഓക്കെ പ്ലീസ്. അഞ്ചാറ് രൂപയ്ക്ക് മണിമാലൈ എൻ കഴുത്തുക്ക് പൊരുത്തമടി. 5 രൂപയ്ക്ക് മണിമാലൈ ഉൻ കഴുത്തുക്ക് പൊരുത്തമടി. അമ്മൂരു മീനാക്ഷി
பார்த்தாலும் உன் கண்ணுக்கு வருத்தமடி அம்மூரு மீனாட்சி பார்த்தாலும் உன் கண்ணுக்கு வருத்தமடி சின்னான பட்டையிலே கண்ணாக்கி எடுத்து என் கையால கட்டிவிடவா என் கண்ணு என் மூக்கு என் பல்லு அடிராசத்தி புட்டோடு கொட்டு விடவா அடி கண்ணடி ரகம்மா அடி என்னடி ராக்கம்மா பல்லாக்கு நெருப்பு என் நெஞ்சு குலுக்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சான இருக்குதடி அடி என்னடி ராக்கம்மா பல்லாக்கு நெருப்பு என் நெஞ்சு குலுக்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சான இருக்குதடி அடி பிப்பி பி டுண்டு பிப்பி பி டுண்டு பிப்பி பி டுண்டு அடி பிப்பி பி டுண்டு பிப்பி பி டுண்டு பிப்பி பி டுண்டு ഈ ഒരു പാട്ടിന്റെ ഇമ്പാക്റ്റോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിട്ട് പാടി തന്നിട്ട് ചേട്ടാ, സൂപ്പർ. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ആയിരുന്നു നമ്മളിലേക്ക്. ഈ ഒരു പോസിറ്റീവ് വൈബ് ഇന്ന് ഉടനീളം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. സോ ഒരിക്കൽ കൂടെ അശോകൻ ചേട്ടനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് സ്റ്റാർ മാജിക്കിലേക്ക്. ഇത് സ്റ്റാർ മാജിക്. ഇനി കുട്ടികൾക്കായിട്ട് ഇതാ ഒരു സന്തോഷ വാർത്ത എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ ചെലവില് ഏറ്റവും മികച്ച പഠനം നിങ്ങൾക്കായിട്ട് ലഭ്യമാക്കുന്ന ഒരു ആപ്പിനെ പറ്റിയാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഇ മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ്. കേരള സിലബസിൽ 8 മുതൽ, അതായത് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അധ്യയന വർഷത്തേക്ക് എല്ലാ വിഷയങ്ങളും ഇനി വെറും 3000 രൂപ ചെലവില് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും കേട്ടോ. ഒരു മാസത്തിൽ 250 റുപ്പീസ് ആണ് ഏകദേശം വരുന്നത്. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലും അതുപോലെ തന്നെ മലയാളം മീഡിയത്തിലും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് കുട്ടികൾക്കായിട്ട് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നൽകുന്നത്. അത് മാത്രമല്ല, ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യൂ ഇ മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ്. സ്റ്റാർ മാജിക്കില് ഇനി നമ്മളൊരു അടിപൊളി ഗെയിമിലേക്ക് ഇങ്ങനെ പോകുന്നതിനേക്കാളും മുമ്പായിട്ടേ അശോകൻ ചേട്ടൻ കുട്ടിക്കാലം എന്ന് അറിയണത് ഭയങ്കര ആഗ്രഹമുണ്ട്. എങ്ങനെയായിരുന്നു? ഭയങ്കര മേട്ടക്കുട്ടിയായിരുന്നു? ഒരു അയ്യോ പാവായിരുന്നോ? സത്യമായിട്ടും ഒരു കുറുമ്പും കാണിച്ചിട്ടില്ലേ? ഇല്ല, ഞാനിപ്പോ അങ്ങനെ ചെറിയ ചെറിയ കുഴപ്പങ്ങളെല്ലാം. 10 മക്കളായിരുന്നു അല്ലേ? 10 മക്കള് ജനിച്ചില്ല, ഒരെണ്ണം ആദ്യം തന്നെ മരിച്ചു. അപ്പൊ അതുകൊണ്ട് പിന്നെ 9 നിർത്തി. അന്ന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലൈഫും കാര്യങ്ങളൊക്കെ, അപ്പൊ ചെറിയ ചെറിയ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ചെയ്യണ പോലത്തെ രസകരമായിട്ടുള്ള കുറുമ്പുകള്, ആൺകുട്ടികളൊക്കെ ചെയ്യണ പോലത്തെ രസകരമായിട്ടുള്ള കുറുമ്പുകള്. അടുത്ത വീട്ടിലെ ഇപ്പൊ ഞങ്ങള് ഗ്യാങ് ഉണ്ട്. ചെറിയ ചെറിയ തമാശ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വീട്ടിലെ കോഴിനെ മുട്ടിക്കാപ്പിന്റെ കറി വെക്കുക, അങ്ങനെയുള്ള ചെറിയ കുരുത്തക്കേടുകളൊക്കെ. ഓക്കേ, അപ്പൊ ഏതായാലും ഇനി നമ്മൾ ഇവിടെ ഒരു ഗെയിമിലേക്ക് പോവാ. ഗെയിം കാണാം. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതായിരുന്നു കളിക്കാൻ? ഗെയിം ഏറ്റവും കൂടുതൽ പന്തുകളിയായിരുന്നു. ആ പന്തുകളി തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ജനിച്ച സ്ഥലത്ത് ഒരു കോളനി പോലെ സ്ഥലത്താണ്. അപ്പുറത്ത് പിന്നെ ഉള്ളത് കോമ്പാറ ടീമാണ്. ഞങ്ങൾ തമ്മിൽ എല്ലാ ആഴ്ചയിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റ അവർ ഇടിക്കും. ഞങ്ങള് ഫുട്ബോൾ ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ തല്ലും, ഇടിക്കും. നമ്മൾ ജയിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരിക്കൽ ഞാൻ കളിക്ക് ചെല്ല ആൽബർട്ട് സ്കൂളിൽ, അല്ലെങ്കിൽ തൂശത്ത് എന്ന് പറഞ്ഞ സ്ഥലം, ഈ സ്ഥലത്താണ് ഞങ്ങൾ കോമ്പറ്റീഷൻ. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ഞാനാ കോർഡിനേറ്റർ, ഞാൻ കളിക്കൊന്നുമില്ല. അന്ന് നമ്മുടെ മെയിൻ ഗോളി ഇല്ല വന്നപ്പോ ഞാനായി ഗോളി. അന്ന് പറഞ്ഞു, എടാ നീ പന്ത് ഇങ്ങാണ്ട് വിടുന്ന പ്രശ്നമില്ല, ലിൻഡോ എന്ന് തന്നെ കൂട്ടെ, പന്ത് നിന്റെ അടുത്തേക്ക് വരില്ല, പിന്നെ പേടിക്കുന്ന നീ നിന്നോ, 7s ആണ് കളിക്കണത്. പന്തുകളി ഭയങ്കര ക്രൈസ് ആയിരുന്നു. അങ്ങനെ അവര് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട്, ഈ പ്രാവശ്യം ജേഴ്സി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ജേഴ്സി വേണ്ടേ? അങ്ങനെ പോലീസ് ക്യാമ്പിലെ ആൾക്കാരൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾ പോലീസുകാരെ ട്രൗസർ മേടിച്ചു. കാശില്ല കയ്യില്. ബനിയൻ ഞങ്ങള് മഹാരാജ സൂപ്പർ മാർക്കറ്റുകാരന് പരിചയമുള്ളതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വെള്ള ബനിയൻ മേടിച്ച് അതുമേലെ എഴുതി ഇന്ത്യ. താഴേക്ക് പോയില്ല, ഇന്ത്യ അങ്ങോട്ട് കയറി കിടക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഇന്ത്യയുടെ ജേഴ്സി ഇട്ട് പോലീസുകാരെ ഇത് ഇട്ടിട്ട് എന്നെ ഗോളിയാക്കി. ഇപ്പൊ പോലീസുകാരുടെ ട്രൗസർ അല്ല, പഴയ ട്രൗസർ, അധികം വലിച്ചു മുറുക്കി കെട്ടിയൊക്കെയാണ് ഇരിക്കണം. അങ്ങനെ കളി തുടങ്ങി കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഒരുത്തൻ പന്തുമായിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് വന്ന് ലിൻഡോ ബാക്കാണ്, ലിൻഡോനെ കടത്തി നേരെ ഇപ്പുറത്തേക്ക് വന്ന് പന്ത് വന്നാണ് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. ഒരൊറ്റ അടി, ഞാനിത് ഗ്രൗണ്ട് ബോളാണ്, ഞാനിത് പേടിച്ചിങ്ങനെ എന്റെ ട്രൗസർ ഒലിച്ചു പോയി. പന്ത് വന്ന് അതിൽ തടഞ്ഞിങ്ങനെ നിന്നു. അങ്ങനെ ഫസ്റ്റ് ഗോൾ ഞാൻ സേവ് ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം സേവ് ചെയ്തു. പക്ഷെ 7 ഗോളിന് നന്നായിട്ട് പരാജയപ്പെട്ട് അവരെ പഞ്ഞിക്കിട്ട് ഞങ്ങൾ. മാനം പോയെങ്കിലും നമ്മള് ബോൾ സേവ് ചെയ്ത് ഞാനല്ല, ട്രൗസർ. ഏതായാലും
അശോകൻ ചേട്ടന്റെ ട്രൗസർ ഊരിപ്പോയ ഒരു കഥ നമ്മൾ കേട്ടതിന് ശേഷം സ്റ്റാർ മാജിക്കിൽ ഇതാ ഇവിടെ കുറെ പേരുടെ ട്രൗസർ കീറിപ്പോവാൻ വേണ്ടി പോവാ. ഈ ഗെയിം കളിക്കുമ്പോ ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, ഈ ഗെയിം കളിക്കണ എല്ലാരും മൊയിലാളിമാരായിരിക്കും കേട്ടോ. അപ്പൊ അപ്പൊ ഈ ഗെയിം കളിക്കാൻ പോണ എല്ലാരും മൊയിലാളിമാരായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കില് ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൊയിലാളി ജഗ ജഗ ജഗ. കുറെ നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരു നല്ല പേര്, ആപ്റ്റായിട്ടുള്ള സന്ദർഭോചിതമായിട്ടുള്ള പേര് കിട്ടി. അത് ഞാനിട്ടോണ്ടാ. ഇഷ്ടപ്പെട്ടോ ഗെയിമിന്റെ പേര്? ഇഷ്ടപ്പെട്ടു. ആരാ? ലക്ഷ്മിനെ? അല്ല, പേര് ഞാനോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചപ്പോ അശോകൻ ചേട്ടന്റെ ട്രൂപ്പിന്റെ ടൈറ്റിൽ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിലായിരുന്നു അത്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ എങ്ങനെ വരും എന്നുള്ളത്. കാരണം ഞാൻ തുടങ്ങിയ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെ സംഭവിക്കട്ടോ. എന്റെ മോഡുലേഷൻ കറക്റ്റ് ആയിരുന്നില്ല. മോഡുലേഷൻ എങ്ങനെയാ പറയണ്ടേ? മുതലാളി ജംഗ ജഗ ജഗ. എല്ലാരും കൂടെ ഒന്നിങ്ങോട്ട് വരും. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒന്ന് ജഗ 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 ജഗ. എല്ലാരും കയ്യെടുത്തോളൂ, ഒരു സ്കാർഫ് എടുത്തോളൂ. ടിയാസ് ആദ്യം പറയട്ടെ, അപ്പൊ നല്ല ഗുമ്മായിരിക്കും. മുതലാളി സൂപ്പർ ടൈറ്റിൽ ഉണ്ടോ? താങ്ക് യു. ഇനി ഈ മുതലാളി ജങ്ക ജഗ ജഗ ഇതിങ്ങനെ മാത്രമല്ല, ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്നും ഇവരുടെയൊക്കെ ട്രൗസർ എങ്ങനെ കീറുക എന്നുള്ളത് ദീപ കാണിച്ചു തരാം. എല്ലാരും ബാക്ക് ടു യുവർ ക്ലാസസ് എന്നിട്ട് ഗെയിം പറഞ്ഞുതരാം. അതാ തുണി കയ്യിൽ വെച്ചോ, കളയണ്ട. അതെ അതെ, ട്രൗസർ കീറിയാൽ ഉപയോഗിക്കാം. ട്രൗസർ കീറിയാലും മറച്ചു പിടിക്കാന്നല്ലേ? അന്ന് ചേട്ടനെ പറ്റിയ ഒരു അബദ്ധം നമുക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ. ഓക്കെ, ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് പറഞ്ഞുതരാൻ ചേട്ടാ. രണ്ട് ടീമിൽ നിന്നും 2 പേര് വെച്ചിട്ടായിരിക്കും വരിക. ഇത് ഈ ടീമിന്റെ ബിൻചേട്ടന്റെ ടീമും അതുപോലെ തന്നെ ഇത് നമ്മുടെ സൂചേന്റെ ടീമും ആയിരിക്കും. ടീമിൽ, അതായത് ഈ ടീമിലെ ഒരാൾ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കും, ഈ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കും. ഓപ്പോസിറ്റ് ഒരാൾ, ചേട്ടൻ പന്ത് കളിയായിരുന്നില്ലേ, ഇതൊരു വലിയ ജിം ബോൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുക. ബാക്കിലൊരു ജിം ബോൾ ഉണ്ട്. ഈ ജിം ബോൾ ബാക്കിൽ ബൗണ്ടറിയിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്കാർഫ് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ബാക്കിലേക്ക് കൊടുക്കണം. അപ്പൊ ഈ ജിംബോൾ ഇങ്ങനെ കറക്കുന്ന സമയത്ത് അതിന്റെ റോപ്പില് വള്ളിയില് ഒരെണ്ണം ജസ്റ്റ് ഒരു റൗണ്ടെങ്കിലും കുരുങ്ങണം. കുരുങ്ങി കഴിഞ്ഞാൽ ഓരോ പോയിന്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. മാക്സിമം ഈ ഒരു സ്കാർഫ് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. ഒരു റൗണ്ടെങ്കിലും കുരുങ്ങിയാൽ ഒരു പോയിന്റ് ആവുള്ളൂ കേട്ടോ. മുതലാളി ജഗ ജഗ കളിക്കാനായിട്ട് ജഗ ജഗ ജഗയായിട്ട് പോന്നുള്ളൂ. രണ്ടുപേര് ഈ മുതലാളി ജഗ ജഗ എന്നൊക്കെ പേരിട്ടിട്ടേ ഒറിജിനൽ മുതലാളി അവിടെ ഗെയിം കണ്ടോണ്ടിരിക്കുക കേട്ടോ. അതേ നാറ്റിക്കരുത്, നന്നായി കളിക്കണം. കൗണ്ട് ഡൗൺ പ്ലീസ്. ബാള് നോക്കിയറിയേ അന്ന നീ അങ്ങോട്ട് അറിയണ കറക്റ്റ് മേളിലേക്ക് ടൈം നോക്കിട്ട് ഒരു കൗണ്ട് പോയാലും കുഴപ്പമില്ല, അടുത്ത കൗണ്ട് പിടിച്ചാൽ മതി. ബാക്കിലേക്ക് അറിയില്ല എന്നാ നിന്റെ കറക്റ്റ് ഫ്രണ്ടിൽ എറിഞ്ഞോ. ഓപ്പൺ ചെയ്തിട്ട് വിട്. നോക്കി നോക്കി നേരത്തെ ഊപ്പാട് വരും. കുറച്ചുകൂടെ പൊക്കി അന്നയുടെ ഏറ് ശരിയല്ല കേട്ടോ. ആരെങ്കിലും ഒരാള് വിൻ ചെയ്യാൻ പറ്റും. വിട്ടല്ലോ എന്റെ ഭഗവാനെ. കുറച്ചുകൂടെ പൊക്കി എറിയണം. അന്ന കട്ട കുത്തി വിടർത്തിയിട്. വെരി ഗുഡ്, വെരി ഗുഡ്. 1 പോയിന്റ്. ടീമിന്റെ ടീം 1 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. മാക്സിമം ഹൈറ്റ് എറിഞ്ഞോ? മാക്സിമം ഹൈറ്റ് എറി. അയ്യോ അതുപോലെ അറിയ. വിടർത്തി മണറി. ഓ അനീഷേട്ടാ ലൈനിന്റെ പുറത്തിറങ്ങി. അടിപൊളി. ലൈനിന്റെ ബാക്കിൽ കാണുന്നില്ലാത്തണ്ട് പണി പാളി. അന്ന വിടർത്തി. Time is over.
സൂപ്പർ. രണ്ട് ടീമും അവരാൽ കഴിയുന്ന രീതിയിൽ ബെസ്റ്റ് ആയിട്ട് കളിക്കാൻ ശ്രമിച്ചു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഗെയിമായിരുന്നു. ഭയങ്കര ടഫാണ് അത് ചെയ്യാൻ. ഇതിന്റെ ടൈമിംഗ് ആണ് പിടിക്കേണ്ടത്. അതായത് ഇവിടുന്ന് കറങ്ങി അങ്ങോട്ട് പോകുമ്പോ തന്നെ ടൈമിൽ അത് അങ്ങനെയുള്ള സമയത്ത് തന്നെ എറിഞ്ഞു കൊടുത്താലാണ് ഈ കറക്കുന്ന ആൾക്ക് അത് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ബിനീഷ് നന്നായി താളം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോഴേ ഇപ്പോഴത്തെ ടോട്ടൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിനിഷയുടെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 2 points ആണ്. ഗുഡ് ജോബ്. ടീം അതായത് സുധിഷന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 1 point ആണ്. നോ പ്രോബ്ലം, നന്നായിട്ട് കളിച്ചു. സോ ഇപ്പൊ 2-1 ആണ്. അടുത്ത റൗണ്ട് കഴിയുമ്പോൾ ഇത് ഉൾട്ടയാവോ എന്നുള്ളത് നോക്കാം. യെസ്, കം ഓൺ, വെരി ഗുഡ് ടീമേ. അന്ന, ഗുഡ് ജോബ്. അപ്പോ മുതലാളി ജംഗ ചക്കയുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവാ. ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിൻഷാന്റെ ടീമാണ്. സെക്കൻഡ് റൗണ്ടിൽ 2 അനു ആണ് വന്നിട്ടുള്ളത് കേട്ടോ. കൗണ്ട് ഡൗൺ പ്ലീസ്. കുറച്ച് മുമ്പോട്ട്. അനു കുറച്ച് ബാക്കിലിട്ട് കുറച്ചുകൂടെ പൊക്കിയേറി. ചുരുട്ടിയൊക്കെ എറിയുന്നത് ചുരുട്ടി എറിയരുത്. ടൈം ബാക്കിലോട്ടല്ല, മുന്നോട്ട്. ചുരുട്ടി അറിയല്ലേ അനു? അനു ചുരുട്ടി അറിയല്ലേ? ചുരുട്ടി എറിയരുത്. എന്താ വേച്ചാണ്? ഹൈറ്റില് അനു ഹൈറ്റിലെറി. വേറെ ആളെ വിളിക്കണോ? വീട് കൂട്ടല്ലേ? കൂട്ടല്ലേ? സൂപ്പർ. ബിനിച്ചേട്ടാ സൂപ്പർ. ബിനിച്ചേട്ടാ സൂപ്പർ ഗെയിം. ഈ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഷിയാസ് ഭയങ്കര മാജിക് കാണിച്ചു. ചേട്ടാ എങ്ങനെയായിരുന്നു? ബിനു അടിമാലി മക്കളെ ഡിഗ്രിക്ക് കോളേജിൽ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഒന്ന് ബലൂൺ കറക്കി കളിക്കണം. ഒന്ന് ആലോചിച്ചു. എങ്ങനെയായിരുന്നു ഈ ഗെയിം? നല്ല ഇത് ഭയങ്കര ത്രില്ലിംഗ്. എന്താ പറയുക, കണ്ടിരിക്കുമ്പോൾ നമുക്ക് ആര് ഇത് പിടിക്കും എന്നുള്ളൊരു ഇത് കറക്റ്റ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഇത് ഇട്ട് കൊടുക്കുമ്പോ കറക്റ്റ് എയിമിൽ ഇട്ടില്ലെങ്കിൽ, കാരണം ഇവരൊരു ലെവലിലാണല്ലോ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ടൈമിങ് ഇരുന്ന് എറിയുന്ന ഈ തുണി എറിയുന്ന ആളും ആ ടൈമിങ്ങിൽ വരണം. എനിക്ക് ഈ അനു ഇരിക്കണേ ശരിക്കും ഈ മീൻ വിൽക്കാനായിട്ട് ആൾക്കാർ കൊട്ടയം പിടിച്ചു. നന്നായിട്ട് ഇവിടെ വിൽക്കാൻ മാത്രമല്ല ഡ്രസ് ചെയ്ത് കൊടുക്കും. ചിറകൊക്കെ കെട്ടി. ഇത് ചെറിയ ഗെയിം അല്ല, ഇത് വലിയൊരു ഗെയിമാണ്. ടൈമിംഗ് ആണ്, ഭയങ്കര ടൈമിംഗ് ആയിരിക്കും. അത് ഗംഭീരമായിരുന്നു. വെരി ഗുഡ്. സ്റ്റാർ മാജിക് മീൻ കച്ചവടം ഹോൾസെയില് ചാളയുടെ വില ചാള പല വിലയ്ക്കും ഉണ്ട്. 10 ചാള 50 രൂപ. വലിയ തല തലയുണ്ടെങ്കിൽ കൊടുക്കുക. കാരണം ഷിയാസ് തലക്കകത്ത് ഒന്നും ഇല്ല എന്നുള്ള ആ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഏറെക്കുറെ
അപ്പളേ ഈ ഒരു റൗണ്ട് കഴിയുമ്പോ 8 പോയിന്റ് ആണ് ഷിയാസിന്റെ ടീം സ്കോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആവുമ്പോ 5 പോയിന്റ്സ് ആണ്. അങ്ങനെ മുതലാളി ജംഗ ജഗജഗ എന്ന് പറഞ്ഞ ഗെയിമില് 2 റൗണ്ട്സ് കഴിഞ്ഞപ്പോ ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കണേ നമ്മുടെ കൊസുവിന്റെ ടീമാ. കൊസു എന്ന് പറഞ്ഞ കൊല്ലം സുധി, ഷോർട്ട് ഫോം, സ്നേഹം വരും അങ്ങനെ വിളിക്കും. അപ്പോ നമ്മളിനി ഫൈനൽ റൗണ്ടിലേക്ക് പോവാൻ പോവാ. ഇതിന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ. കൗണ്ട് ഡൗൺ പ്ലീസ്. വീണ്ടും വീണ്ടും നീളം കുറയ്ക്ക. ഇപ്പൊ ഇടല്ലേ ഇടല്ലേ ഇടല്ലേ. Super, form out. Ito. Yes, no. Slowly. പറ്റും Sunito. easy. പതുക്കെ മതി. Correct ആണ്. Yes. Sudi correct ആണ്. ഇപ്പോ Yep. Okay. Aishu correct. അത് മതി. സ്പീഡ് മാത്രം മതി. തുണി വേണോ? പണി വാളി. സൂപ്പർ മുതലാളി ജംഗ ജഗജഗ. ഇനി മുതലാളി പറയണം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിം? ഇത് ശരിക്ക് ഈ വല വീശാൻ പോണവർക്ക് ഭയങ്കര കറക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റും. 2 ലേഡീസ് അവിടെ നിന്ന് ചെയ്യുന്നത് ശരിക്കും വല വീശി എറിയുന്നതിന്റെ ഒരു എഫക്ട്സ് ആണ് അത് ടൈമിങ്ങിൽ ഭയങ്കരമായിട്ട് ചെയ്യണത്. പിന്നെ പ്രായാധിക്യം ഉണ്ടെങ്കിലും ശ്രുതി നന്നായിട്ട് ചെയ്തു. കണ്ടു പഠിക്കടാ. ഏതാ അല്ല എനിക്ക് അത്ര പ്രായം ഇല്ല. നന്നായി കൊച്ചു കുഞ്ഞു. ശരി, അപ്പഴേ ഇപ്പോഴത്തെ ടോട്ടൽ സ്കോർ പറഞ്ഞുതരാം. ഈ റൗണ്ടില് ഐഷു ടീമിന് വേണ്ടി സ്കോർ ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 8 പോയിന്റ്സ് ആണ്. ഗുഡ് ജോബ്. ജസീലിലേക്ക് വരികയാണെങ്കിൽ ജസീൽ ഓൾ ടോട്ടൽ സ്കോർ ചെയ്ത് കൊടുത്തത് 6 പോയിന്റ്സ്. അടിപൊളി. ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ഓൾ ടോട്ടൽ നമ്മൾ പറയുമ്പോൾ ബിനുചേട്ടന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ള പോയിന്റ്സ് 13 പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊസുവിന്റെ ടീം, സുധിചേട്ടന്റെ ടീം ഓൾ ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 17 പോയിന്റ്. മുതലാളി ജംഗ ജഗജഗ എന്ന ഗെയിം കളിച്ച് ജംഗ ജഗയത് ആരാണ്? ആന്റി. അതെ, ഈ അടി കൊള്ളാമാണ് അടിമാലി എന്തിനാ കിടന്ന് തുള്ളിയത്? ഒറ്റന്റെ ചമ്മല് മാറാൻ അടി കൊള്ളുന്നതിന് മുമ്പുള്ളൊരു വാമപ്പായിരുന്നു അത്. ഓക്കെ, തോറ്റ
ടീമിലെല്ലാരും ഇതൊന്ന് ഈ സ്കാർഫ് ഒന്ന് കഴുത്തിൽ കിട്ടുമോ? എന്നിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു സംഗതി ഒന്ന് നമുക്ക് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാം. ഇത് പിടിച്ചൊന്ന് മുറുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവാം. ഓക്കെ, എൻ പൊൻകിടാവേ. ശരി. അപ്പൊ ഇങ്ങനെ തന്നെ അവര് വരട്ടെ അല്ലേ? ചേട്ടൻ കണ്ടിട്ടില്ലല്ലോ നേരിട്ടിട്ട് ചാട്ടടി എങ്ങനെയാന്നുള്ളത്? ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. അയ്യോ ഭയങ്കര രസാ, ടിവിയില് കണ്ടേക്കാളും രസം. ഇപ്പൊ കാണിച്ചോട്ടോ, ഭയങ്കര രസാ. കണ്ടിട്ടില്ലല്ലോ. കൊടുക്കണ്ടേ? കിട്ടുന്ന കൊടുക്കുക. കോളേജിലെങ്ങാനും ഫംഗ്ഷൻ ചെയ്യുമ്പോ തന്നെ ഫസ്റ്റ് ചോദിക്കണതാ, മറ്റേ ചാട്ടൊക്കെ അടികൊള്ള ബിനുവിനിമേലല്ലേ ചോദിക്കണേ. ഓക്കെ, അപ്പൊ ഇനി എല്ലാരും ഒന്ന് റിലാക്സ് ചെയ്തോളൂ, ഒന്നൊരു ഡീപ് ബ്രത്ത് ഒക്കെ എടുത്തു. അല്ല, കൊടുക്കുന്ന ആൾക്കാർ എടുക്കണ്ടോ? ഓക്കെ ഓക്കെ, ഇവരുടെ ഒരു രീതി. ഓക്കെ, അപ്പൊ ഇനി ചാട്ട പോരട്ടെ. അപ്പോ ഗെയിമും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പോയി. അതെ. അപ്പോ ഇനി നമ്മള് ചാട്ടടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. അവർക്ക് ഇവിടെ ചിങ്ങണമണി വന്നിട്ട് അടിക്കും. ഇതാണ് ചിങ്ങണമണി. ഓക്കെ, എന്നെ എപ്പോഴും അങ്ങനെ വിളിക്കില്ല, എനിക്ക് ദേഷ്യം വരും. ആരെ വിളിക്കണോ? യെസ്, ലെറ്റ്സ് വെൽക്കം ഷിയാസ് കരീം. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ടൈറ്റിൽ ഇട്ടിട്ടുള്ള നമ്മുടെ ഷിയാസിനാണ്. ഷിയാസ് അല്ല, അനുവും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫോമർ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നതാണ്. അവിടെ നിന്ന് മോളിൽ നിന്നുള്ള പക്ഷെ ഞാനിത് ഒറ്റയ്ക്കല്ല കേട്ടോ, അനുവിന്റെ കൂടെ ഒരു കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ ഞാൻ കണ്ടോണ്ടിരിക്കുക. ഞാനും കൂടെ ഇല്ലാതെ ഇക്ക പോകരുത്. അടിമാലി കറക്റ്റായിട്ട് കടുക് പൊട്ടണ ഫിഗർ. അടിമാലിക്ക് ഇനി ജീവിതത്തിൽ അടിക്കാൻ പറ്റില്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരു അടി പോലും ഇങ്ങനെ എല്ലാ അടിയും കൊള്ളാൻ യോഗ്യണ്ട്. വാ അടിമാലിന്ന് ഇവിടെ പോയി തല്ലടി അടിമാലിക്ക്. ആ വിളിക്ക് ആടി കൊള്ളാനുള്ള യോഗ്യത. കളിക്കാതെ വന്നിട്ട് തല്ലുന്നൊന്നും ആണത്തമല്ലെന്ന്. അടിമാലി അടിക്കുമ്പോ എന്തെങ്കിലും ഒരു തമാശ വേണമെങ്കിൽ പറഞ്ഞോ, സമയമുണ്ട്. അല്ലെങ്കിൽ അടി കഴിഞ്ഞിട്ട് ഒരു തമാശക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിക്കോ. ഞാൻ അടിക്കും മുമ്പ് ഒരു പാട്ട് പാടാൻ പോകും. അടി കഴിച്ചിട്ട് പാടുന്ന നല്ലത്. അല്ലല്ല, എനിക്കിട്ട് അടിക്കുമ്പോ അവക്കാണല്ലോ സുഖം വരുന്നേ, അതുകൊണ്ടാണ് അവക്ക് സുഖമായപ്പോ നമുക്ക്. അപ്പൊ എന്നാലും അടിയുടെ ഫോഴ്സ് ഒന്നും കുറയൂല കേട്ടോ. പിന്നെ ഈ സമയത്ത് ഒരു ഗ്യാപ്പിക്കണ വിട്ടാലേ സുഖമോ സുഖമോ ദേവി സുഖമോ സുഖമോ സുഖ. സുഖിപ്പിച്ചൊരടി അങ്ങ് അടിച്ച്. അടികൊള്ളടിമാലി അടികൊള്ളടിമാലി. സുഖമോ ദേവാ സുഖമോ ദേവാ സുഖമോ സുഖമോ. എനിക്ക് ആ പാട്ട് പാടിപ്പോ അടിച്ചപ്പോ ഉള്ള വേദന ഇവിടെ പാട്ടിലങ്ങ് മാറി. നല്ല പാട്ട്. ഇതിന് നല്ല അടിച്ചാ മതി. ഇതിന് എന്നെ അടിച്ചങ്ങ് കൊല്ലുമായിരുന്നു. ആ, നീ എന്നെ കൊണ്ട് പാട്ട് പാടിക്കുന്ന തൊപ്പുംപടി പാട്ട് മതിയോ? ഏത് പാട്ട് വേണല്ലോ. ഓ ബഡി എവ്രിബഡി തൊപ്പുംപടി, ഹായ് ബഡി ഹലോ ബഡി പാണ്ടിക്കൂടി. ഓ ബഡി എവ്രിബഡി തൊപ്പുംപടി, ഹായ് ബഡി ഹലോ ബഡി പാണ്ടിക്കൂടി. മുടിവെട്ടാങ്കേറിയ മൊട്ടത്തലയാ, അരിവെച്ച് നിൽക്കുന്ന ബാർബറുകാരാ. ഓ ബഡി എവ്രിബഡി തൊപ്പുംപടി, ഹായ് ബഡി ഹലോ ബഡി പാണ്ടിക്കൂടി. ഓ ബഡി എവ്രിബഡി തൊപ്പുംപടി, ഹായ് ബഡി ഹലോ ബഡി പാണ്ടിക്കൂടി. കട്ടിങ്ങും സേവിങ്ങും കട്ടിക്ക് മുട്ടിയും ഒരുമിച്ച് ചെയ്തൊരു മൊട്ടത്തലയൻ. കട്ടിക്ക് ഷേവിങ്ങും കട്ടിക്ക് പുട്ടിയും ഒരുമിച്ച് ചെയ്തൊരു മൊട്ടത്തലയൻ. ഓ ബഡി എവ്രിബഡി തൊപ്പുംപടി, ഹായ് ബഡി ഹലോ ബഡി പാണ്ടിക്കൂടി. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഗെയിമിൽ തോറ്റേനാണോ അല്ല പാട്ട് പാടിയനാണോ? അല്ല, തോറ്റേനടി ഇല്ല, പാട്ട് പാടിയാനാണ് ഇവനെ ഇപ്പൊ തല്ലിയത്. തോറ്റേനില്ല.
അവനെ വെറുതെ വിട്ടു. അടിയില്ലേ? ആരാ വേണ്ട അവന്? ആരേലും വിളിച്ചോ? രണ്ടുപേരും ആരോ ആരോ അത് പൊളി. അയ്യോ വാ വാ വ്യാസ അടി കൊരങ്ങമ്പലും മേടിച്ചോണ്ട് നീ അങ്ങോട്ടാ പോണേ. ഇവിടെ വരാനാ എന്തടി വലിച്ചടിക്കും റബ്ബർ ബാൻഡോ? ഇന്ന് മിക്കവാറും റബ്ബറിന്റെ വില കൂടും. കോമഡി. അന്യനും അമ്പിയായിട്ട് വരണുണ്ടാവും. അന്നയുടെ ഫാൻസുകാർക്ക് ഞാൻ സമർപ്പിക്കുന്നു. അല്ല ഇപ്പൊ ഞാൻ ബിൽഡപ്പ് കൊടുത്തിട്ട് അടി ചിറ്റി കഴിഞ്ഞ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. പിടിക്കടി. അനു അനു ഇത് നിയമത്തിൽ പറഞ്ഞിട്ടില്ല. ഇല്ല മറ്റേ കാര്യം പറയും. അനു അനു ആ മെഴുകുതിരി തട്ടി അടച്ചേക്ക്. അന്ന അത് പറ്റില്ല അത് പറ്റില്ല. ആകെ ഡ്രസ്സിന്റെ പച്ചപ്പില കൊച്ചു നിൽക്കണേ. 1 2 3 ഗോ. അനു ഒന്നും വരുത്തരുതേ. ശരി, ഇനി ഒരാളും കൂടെ ബാലൻസ് ഉണ്ട്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറെ ചിരിച്ചു. ലാസ്റ്റ് ആസ് യൂഷ്വൽ ചാട്ടേടി ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് ജയിച്ചിട്ടുള്ളത് സുധിച്ചേട്ടന്റെ ടീമും തോറ്റിട്ടുള്ളത് ബിൻചേട്ടന്റെ ടീമുമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എപ്പിസോഡ്? അശോകൻ ചേട്ടാ സിൻസിയർ ആയിട്ട് എന്ത് തോന്നി? ഇത് ശരിക്കും സംഗീത സാന്ദ്രമായ അടിപൊളി എപ്പിസോഡായിരുന്നു. ഈ അടിപൊളി എന്ന് ഉദ്ദേശിച്ചത് ഒന്ന് എക്സ്പ്ലെയിൻ. സംഗീതം ഉണ്ടായിരുന്നു, അതിന് അടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറയാൻ സംഗീത സാന്ദ്രമായ അടിപൊളി എപ്പിസോഡ്. അപ്പൊ ഏതായാലും അതിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചിരി എലമെന്റ് ആണല്ലോ അല്ലെ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഏതായാലും ഈ ചിരി നിമിഷങ്ങൾ ഇവിടെ തീരണില്ല. വീണ്ടും അതായത് അശോകൻ ചേട്ടന് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമുക്ക് അറിയാനുണ്ട്. പക്ഷെ അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്തായാലും ആ ഒരു ഗെയിമിന് ഇട്ട പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മുതലാളി ജംഗജഗ അതായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആയി. എന്തായാലും അശോകൻ ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു പഞ്ചിൽ തന്നെ നമ്മൾ നിർത്താൻ പോവാ. സോ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ we are saying ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. സത്യത്തില് എപ്പിസോഡ് കണ്ട് മതിയായില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? പെട്ടെന്ന് തീർന്ന പോലെ ഉണ്ടോ? പക്ഷെ നമ്മുടെ ഡ്യൂറേഷൻ ഒക്കെ പക്ക തന്നെയായിരുന്നു കേട്ടോ. ഏതായാലും ഇനി കണ്ടിട്ട് മതിയാവാത്തവരോട് അടുത്ത എപ്പിസോഡ് വരെ ഒന്ന് കാത്തിരിക്കുക. ഏതായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. സോ നൗ we are saying bye from E-Master Presents Can Me Online English Star Magic saying tata bye bye good night.